ഗൾഫ് രാജ്യങ്ങളെ സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവ് നൽകുന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനം. യുദ്ധം നീണ്ടുപോയാലുണ്ടാകുന്ന ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഗൾഫ് രാഷ്ട്രങ്ങൾ നിരന്തരം ഉയർത്തിയിരുന്നു. ഗൾഫ് രാജ്യങ്ങളുടെ നിരന്തര സമ്മർദ്ദം കൂടി കണക്കിലെടുത്താണ് താൽക്കാലിക വെടിനിർത്തൽ. 1970-കളിലെ രണ്ട് എണ്ണ പ്രതിസന്ധികൾ കൂട്ടിച്ചേർത്താൽ ഉണ്ടാകുന്നതിനേക്കാൾ കടുപ്പമാണ് മിഡിൽ ഈസ്റ്റിലെ നിലവിലെ എണ്ണ പ്രതിസന്ധിയെന്ന ഇന്റർനാഷണൽ എനർജി ഏജൻസി എക്സിക്യൂട്ടീവ് ഡയറക്ടർ വ്യക്തമാക്കിയത് ഇന്നലെയാണ്. കഴിഞ്ഞ ബുധനാഴ്ചയ്ക്ക് ശേഷം ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപക ആക്രമണങ്ങളുണ്ടായിരുന്നു. സൗദി അറേബ്യയിലെ റാസ് താനുറ റിഫൈനറി, യാംബു റിഫൈനറി, ഷെയ്ബ എണ്ണപ്പാടം, യാംബു തുറമുഖം, UAE-യിലെ റുവൈസ് റിഫൈനറി, ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രിയൽ സോൺ, ജബൽ അലി തുറമുഖം, ഖത്തറിലെ റാസ് ലഫാൻ, ബഹ്റൈന്റെ ബാബ്കോ എനർജി റിഫൈനറി തുടങ്ങിയവ ആക്രമിക്കപ്പെട്ടു. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് ഇളവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം. സാമ്പത്തിക മേഖലയ്ക്കുണ്ടായ ക്ഷീണം മറികടക്കാൻ മാസങ്ങളെടുത്തേക്കും. സംഘർഷം അവസാനിച്ചാൽ അതിവേഗ പ്രവർത്തനങ്ങളിലൂടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താമെന്ന പ്രതീക്ഷയുണ്ട്. ആക്രമണങ്ങളെ ഫലപ്രദമായി ചെറുത്ത് ജനജീവിതം സാധാരണ നിലയിൽ കൊണ്ടുപോകാൻ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. എങ്കിലും സുരക്ഷിത രാഷ്ട്രമെന്ന ഖ്യാതി നിലനിർത്താൻ സംഘർഷം അവസാനിപ്പിക്കേണ്ടത് ഈ രാഷ്ട്രങ്ങൾക്ക് അനിവാര്യമാണ്. വിമാന സർവീസുകൾ സാധാരണ നിലയിൽ എത്തിക്കുക, ഓഫ്ലൈൻ ക്ലാസുകൾ വീണ്ടും ആരംഭിക്കുക തുടങ്ങിയവയ്ക്കും അടിയന്തര പ്രാധാന്യം നൽകും. മാറ്റിവെച്ച കോൺഫറൻസുകൾ, കായിക ഇനങ്ങൾ തുടങ്ങിയവ ഉടൻ നടത്തിയേക്കും. ഒപ്പം ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്ന ആകർഷകമായ പ്രഖ്യാപനങ്ങളും ഉണ്ടാകും. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.